എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെൻറ്റൻസ് ഉപയോഗിച്ചുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. പറഞ്ഞു ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. അതെങ്ങനെ പറയാ? അബു സെഡ് ഐ ഹാവ് ഗോൺ ടു മക്ക. അബു പറഞ്ഞു ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. അബു സെഡ് അബു പറഞ്ഞു ഐ ഹാവ് ഗോൺ ടു മക്ക ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ടു മക്ക പറഞ്ഞാൽ ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ടു മദ്രാസ് ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ടു ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. അപ്പോൾ അബു സെഡ് ഐ ഹാവ് ഗോൺ ടു മക്ക ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. അബു പറഞ്ഞു ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. ഒരാളോട് പറയുമ്പോൾ എങ്ങനെ പറയാം? അബു പറഞ്ഞു അയാൾ മക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ പറയാം? അബു സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു മക്ക അയാൾ മക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അബു സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു മക്ക അയാൾ മക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അബു സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു മക്ക അയാൾ മക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അബു സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു മക്ക അബു പറഞ്ഞു അയാൾ മക്കയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. നോക്കൂ, ദേ സെഡ് അവർ പറഞ്ഞു വി ഹാവ് വിസിറ്റഡ് മലമ്പുഴ ഞങ്ങൾ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. ദേ സെഡ് അവർ പറഞ്ഞു വി ഹാവ് വിസിറ്റഡ് മലമ്പുഴ ഞങ്ങൾ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. They said we have visited മലമ്പുഴ അവർ പറഞ്ഞു ഞങ്ങൾ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. They said പറഞ്ഞാൽ അവർ പറഞ്ഞു we have visited മലമ്പുഴ ഞങ്ങൾ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. They said we have visited മലമ്പുഴ അവർ പറഞ്ഞു ഞങ്ങൾ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ട്. ഒരാളോട് പറയുമ്പോൾ എങ്ങനെ പറയാ? അവർ പറഞ്ഞു അവർ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. They said that they had visited മലമ്പുഴ അവർ പറഞ്ഞു അവർ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. They said that they had visited മലമ്പുഴ അവർ പറഞ്ഞു അവർ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. They said that they had visited മലമ്പുഴ അവർ പറഞ്ഞു അവർ മലമ്പുഴ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? രമേഷ് സെഡ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ 2 years. രമേഷ് പറഞ്ഞു ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? രമേഷ് പറഞ്ഞു രമേഷ് സെഡ് ദാറ്റ് he had been working in the institution for 2 years. അവൻ 2 വർഷത്തോളമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമേഷ് സെഡ് ദാറ്റ് he had been working in the institution for 2 years. രമേഷ് പറഞ്ഞു അവൻ 2 വർഷത്തോളമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമേഷ് സെഡ് ദാറ്റ് he had been working in the institution for 2 years. രമേഷ് പറഞ്ഞു അവൻ 2 വർഷത്തോളമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. പറഞ്ഞു ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രമേഷ് സെഡ്
I have been working in the institution for 2 years. രമേഷ് പറഞ്ഞു, ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രമേഷ് said, I have been working in the institution for 2 years. രമേഷ് പറഞ്ഞു, ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രമേഷ് said, I have been working in the institution for 2 years. രമേഷ് നേരിട്ട് പറയുകയാണ് കേട്ടോ, ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ പറയണേ? രമേഷ് സെഡ്, രമേഷ് പറഞ്ഞു. രമേഷ് പറയുമ്പോൾ എങ്ങനെ പറയുക? ഞാൻ ഈ സ്ഥാപനത്തിൽ 2 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയുക? ഐ പറഞ്ഞു ഞാൻ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ 2 years. ഞാൻ 2 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഹമ്മദും പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയുക? മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ്, വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ്, വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ്, വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ്, വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളോട് പറയുകയാണെങ്കിൽ പറയാം, മോഹനും മുഹമ്മദും പറഞ്ഞു അവർ തലേ ദിവസം മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ പറയാം? അപ്പം എങ്ങനെ പറയാം? മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ദ ഡേ ബിഫോർ. അവർ തലേ ദിവസം മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ദ ഡേ ബിഫോർ. മോഹനും മുഹമ്മദും പറഞ്ഞു അവർ തലേ ദിവസം മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻ ആൻഡ് മുഹമ്മദ് സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ദ ഡേ ബിഫോർ. മോഹനും മുഹമ്മദും പറഞ്ഞു അവർ തലേ ദിവസം മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, ഞങ്ങളൊരു കഥ എഴുതുകയാണ്. They said we were writing a story. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നു. They said we were writing a story. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കഥ എഴുതുകയാണെന്ന്. They said we were writing a story. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കഥ എഴുതുകയാണ്. ഒരാളോട് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞു? അവർ പറഞ്ഞു അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പം അതെങ്ങനെ പറയാം? They said that they had been writing a story. അവർ പറഞ്ഞു അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? They said that they had been writing a story. അവർ പറഞ്ഞു അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. They said that they had been writing a story. അവർ പറഞ്ഞു അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. They said that they had been writing a story. അവർ പറഞ്ഞു അവർ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.